പ്രവാസ ലോകത്തെ മലയാളി സമൂഹത്തെ സംബന്ധിച്ച് പാസ്പോർട്ടും വിസയും കേവലം യാത്രാരേഖകൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെയും ഉപജീവനത്തിന്റെയും സുരക്ഷാ കവചങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രേഖകളുമായി ബന്ധപ്പെട്ട അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ പ്രവാസികൾ സ്വാഭാവികമായും വലിയ ആശങ്കയിലാകാറുണ്ട്. ഈ ആശങ്കയെയും വ്യഗ്രതയെയും ചൂഷണം ചെയ്യാൻ ചില തട്ടിപ്പ് സംഘങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് യുഎഇയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കൽ, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുത്തു നൽകാമെന്ന വ്യാജേന വലിയ തുക തട്ടിയെടുക്കുന്ന സംഘങ്ങൾക്കെതിരെ യുഎഇയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ ഭരണപരമായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത താൽക്കാലിക സാഹചര്യങ്ങളെയാണ് ഈ ചൂഷകർ തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലാർ സേവനങ്ങൾ നൽകി വന്നിരുന്ന ഔട്ട്സോഴ്സിംഗ് ഏജൻസികളായ BLS ഇന്റർനാഷണൽ, SGVS ഗ്ലോബൽ എന്നിവയുമായുള്ള കരാർ അവസാനിപ്പിച്ചതാണ് ഈ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ജൂലൈ 1 മുതൽ ഈ ഏജൻസികൾ വഴിയുള്ള സേവനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അൽഹിന്ദ് ഗ്ലോബൽ സർവീസസ് എന്ന പുതിയ ഏജൻസിക്ക് കരാർ നൽകിയിരുന്നതാണ്. എന്നാൽ കരാർ ലഭിക്കുന്നതിനായി രംഗത്തുണ്ടായിരുന്ന മറ്റ് 2 ഏജൻസികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. നിയമപരമായ ഈ തടസ്സം കാരണം പുതിയ ഏജൻസിക്ക് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാതെ വരികയും ഇതേ തുടർന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഈ സേവനങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ നിർബന്ധിതരാവുകയുമായിരുന്നു. പഴയ ഏജൻസികൾ മാറിയതും പുതിയ സംവിധാനം നിലവിൽ വരാൻ വൈകുന്നതുമായ ഈ ഇടവേളയിലാണ് തട്ടിപ്പുകാർ തങ്ങളുടെ സുവർണ അവസരമായി കാണുന്നത്. എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക പ്രയാസകരമാണെന്നും തങ്ങൾ വഴി മാത്രമേ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂ എന്നും വിശ്വസിപ്പിച്ചാണ് ഇവർ പ്രവാസികളെ സമീപിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും മറ്റനധികൃത പരസ്യങ്ങൾ വഴിയും വ്യാജ അപ്പോയിന്റ്മെന്റ് വാഗ്ദാനങ്ങൾ നൽകി ആളുകളിൽ നിന്ന് അമിത തുക ഈടാക്കുന്ന പ്രവണത വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സാധാരണക്കാരായ പ്രവാസികൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ ഇത്തരം ഏജന്റുമാരുടെ കെണിയിൽ വീണുപോവുകയാണ്. എംബസിയുടെയോ കോൺസുലേറ്റിന്റെയോ പേര് ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജവും ശിക്ഷാർഹവുമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഇപ്പോൾ തികച്ചും വ്യവസ്ഥാപിതമായ മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ കരാർ സംബന്ധിച്ച കോടതി വിധി വരുന്നതുവരെ പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ എംബസിയും കോൺസുലേറ്റും സ്വന്തം കാര്യാലയങ്ങൾ വഴി നേരിട്ടാണ് നൽകുന്നത്. തുടക്കത്തിൽ അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ നേരിട്ടെത്തുന്നവർക്ക് വോക്ക്-ഇൻ സേവനം നൽകിയിരുന്നുവെങ്കിലും അമിതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഇപ്പോൾ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ ഫീസും ആർക്കും നൽകേണ്ടതില്ല എന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് പോർട്ടൽ വഴി പ്രവാസികൾക്ക് തികച്ചും സൗജന്യമായി നേരിട്ട് അപ്പോയിന്റ്മെന്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. മൂന്നാം കക്ഷികൾക്കോ ഏജൻസികൾക്കോ ഇതിനായി തുക ഈടാക്കാൻ യാതൊരുവിധ അധികാരവുമില്ലെന്ന് എംബസി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. നിയമപരമായ മാറ്റങ്ങളുടെ ഈ ഘട്ടത്തിൽ പ്രവാസികൾ പുലർത്തുന്ന ജാഗ്രത മാത്രമാണ് ഇത്തരം തട്ടിപ്പുകളെ തടയാനുള്ള ഏക മാർഗം. ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ തങ്ങൾക്ക് എംബസിയുടെ പ്രത്യേക അംഗീകാരമുണ്ടെന്ന് അവകാശപ്പെടുകയോ അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകാൻ പണം ആവശ്യപ്പെടുകയോ ചെയ്താൽ അത് പൂർണ്ണമായും നിരസിക്കേണ്ടതാണ്. പാസ്പോർട്ട്, വിസ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ആളുകളെ തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ഔദ്യോഗിക ചാനലുകൾ വഴി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലോ ദുബായിലെ കോൺസുലേറ്റിലോ വിവരം റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾ തയ്യാറാകണം. വ്യാജ ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വീഴാതെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്ന അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കുക എന്നതാണ് നമ്മുടെ പണവും വ്യക്തിഗത വിവരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള വഴി. ഭരണ സംവിധാനങ്ങൾ പ്രവാസികൾക്കായി നേരിട്ട് വാതിലുകൾ തുറന്നിടുമ്പോൾ ഇടനിലക്കാർക്ക് കമ്മീഷൻ നൽകി ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ഓരോ പ്രവാസിയും ബോധവാന്മാരാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.